നമസ്കാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയകാല 4 മണി പലഹാരം അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് അതല്ലെങ്കിൽ ഒരു കപ്പ് നമ്മുടെ പുഴുങ്ങലരി, നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള ചൂടുള്ള പാത്രത്തിനകത്തോട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ മൊരിഞ്ഞ് ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളിതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കയുടെ കുരു ചതച്ചതും ഒരു 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെയോളം തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. അടുത്തതായി ഞാൻ ഒരു പീസ് ശർക്കരയിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് നല്ല കട്ടിയായിട്ടുള്ള ശർക്കരപ്പാനിയായി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് എപ്പോഴും ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഴം ചേർത്ത് കൊടുക്കാം. ചെറുപഴമാണ് ഏറ്റവും നല്ലത് ഈ റെസിപ്പിക്ക്. അപ്പോൾ ശർക്കരപ്പാനിയും തേങ്ങയും പഴമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പഴം ഉടച്ചെടുക്കാതെ ശർക്കരപ്പാനിയും അരിപ്പൊടിയും കൂടിയാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഈ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നല്ലൊരു രീതിയിൽ ഇത് റെഡിയായി കിട്ടുക. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കൂടി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുറേ പേർക്കൊക്കെ അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ കശുവണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നിലക്കടലയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.